നിങ്ങൾ മാൾട്ടയിൽ വിസയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൗസിനെയോ ഫാമിലി മെമ്പേഴ്സിനെയോ വിസിറ്റിംഗ് വിസയ്ക്ക് മാൾട്ടയിൽ കൊണ്ടുവരുന്ന ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ കാണുക. ഇതിനകത്ത് ഞാൻ എങ്ങനെ എൻ്റെ സ്പൗസിനെ വിസിറ്റിംഗ് വിസയ്ക്ക് മാൾട്ടയിൽ കൊണ്ടുവന്നു, എന്തൊക്കെ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്തു, എന്തൊക്കെ പേപ്പേഴ്സ് നാട്ടിൽ അറേഞ്ച് ചെയ്തു എന്നതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ആദ്യം വേണ്ടത് ആപ്ലിക്കേഷൻ ഫോമാണ്. അത് ഐഡൻറ്റിറ്റി മാൾട്ടയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഫ്ലൈറ്റ് ബുക്കിംഗ്സ് ആവശ്യമാണ്. റൗണ്ട് ട്രിപ്പ് മാൾട്ട ടു കൊച്ചി, കൊച്ചി ടു മാൾട്ട. ഇൻവിറ്റേഷൻ ലെറ്റർ, എന്ത് പർപ്പസിനാണ് നിങ്ങൾ ആളെ കൊണ്ടുവരുന്നത് എന്നതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങൾ ഇവിടെ ഒരു അക്കൗണ്ട്, നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ലാസ്റ്റ് 3 മന്ത്സിന് നിങ്ങളുടെ പേ സ്ലിപ്പ്, നിങ്ങൾ എവിടെ ആളെ താമസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു അതിൻ്റെ ലീസ് എഗ്രിമെൻറ്റ്, റെൻ്റൽ ഡിക്ലറേഷൻ. ഇത്രയും പേപ്പേഴ്സാണ് നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ളത്. ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഫോം, ഇൻവിറ്റേഷൻ ലെറ്റർ, ലീസ് എഗ്രിമെൻറ്റ്, റെൻ്റൽ ഡിക്ലറേഷൻ, ഇത്രയും നിങ്ങളൊരു അഡ്വക്കേറ്റിനെ കണ്ട് നോട്ടറൈസ് ചെയ്യിക്കേണ്ടതാണ്. ഇത്രയും പേപ്പേഴ്സ് നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ അല്ലെങ്കിൽ എവിടെയാണുള്ളത് അവിടെ VFSൽ ഒരു ട്രാവൽ ഏജൻസിയുടെ ഹെൽപ്പ് വഴി അല്ലെങ്കിൽ സ്വന്തമായിട്ടോ VFSൽ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുക. ആ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ നേരത്ത് ഓൺലൈൻ ത്രൂ ആണെങ്കിൽ നിങ്ങൾക്ക് സർവീസ് ചാർജ്, കൊറിയർ ചാർജ് എല്ലാം കൂടി കൂട്ടി ഒരു ബിലോ 4,000 റുപ്പീസ് നിങ്ങൾക്ക് അവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഇതിനുശേഷം നിങ്ങൾ VFSൽ പോകാൻ ഡേറ്റ് ആകുമ്പോൾ ആരാണ് പോകുന്നത് അയാളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, ട്രാവൽ ഇൻഷുറൻസ്, പിന്നെ ആളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ലാസ്റ്റ് 3 മന്ത്സിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, പ്രൂഫ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് എംപ്ലോയ്മെൻറ്റിൻ്റെ വർക്ക് കോൺട്രാക്റ്റ്, ആളുടെ 3 മാസത്തെ പേ സ്ലിപ്പ്, പാസ്പോർട്ടിൻ്റെ എല്ലാ പേജസിൻ്റെയും കോപ്പി, നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് ആണെങ്കിൽ വരുന്നെങ്കിൽ അവർ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അവരുടെ ആധാർ കാർഡ്, ഇത്രയും പേപ്പേഴ്സ് ആളുടെ കയ്യിലുണ്ടാവണം. ഇത്രയും പേപ്പേഴ്സ് ഞാൻ ആദ്യം പറഞ്ഞ ആപ്ലിക്കേഷൻ ഫോം, വാലിഡ് പാസ്പോർട്ട്, ഫ്ലൈറ്റ് ബുക്കിംഗ്സിൻ്റെ കോപ്പി, ഇൻവിറ്റേഷൻ ലെറ്റർ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ലാസ്റ്റ് 3 മന്ത്സ് പേ സ്ലിപ്പ്, ലീസ് എഗ്രിമെൻറ്റ്, റെൻ്റൽ ഡിക്ലറേഷൻ, പിന്നെ ആളുടെ കയ്യിൽ വേണ്ട ആവശ്യമായ പേപ്പേഴ്സ് എല്ലാ ഡോക്യുമെൻറ്റ്സായിട്ട് VFS ചെല്ലുക. അവിടെ ഏകദേശം ഒരു ബിലോ 10K ആയിരിക്കും ഏകദേശം എമൗണ്ട് ഉണ്ടാവുക. അത്രയും പേയ്മെൻറ്റ് അടയ്ക്കുക. അവർ പറയുന്ന പേപ്പേഴ്സൊക്കെ കൊടുക്കുക. അവിടെ അപ്പോയിൻമെൻറ്റ് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 1 മന്ത് ടൈം എടുക്കും. നിങ്ങളുടെ പാസ്പോർട്ട് അവിടെ വരെ കളക്ട് ചെയ്യും. അതിനുശേഷം കൊറിയർ ത്രൂ ബ്ലൂ ഡാർട്ട് വഴിയായിരിക്കും നിങ്ങൾക്ക് കൊറിയറിലായിരിക്കും നിങ്ങളുടെ പാസ്പോർട്ട് റിസീവ് ചെയ്യണത്. അപ്പോൾ 1 മന്ത് ഏകദേശം സമയം എടുക്കും. പാസ്പോർട്ട് വൺസ് കയ്യിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതിനകത്ത് ഷെങ്കൻ പാസ്പോർട്ട് അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ പാസ്പോർട്ടിൽ ഷെങ്കൻ വിസ അടിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഡേറ്റ് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് എന്ന് വരെയാണ് വാലിഡിറ്റി ഉള്ളതെന്ന്. ഈവൻ ഇഫ് നിങ്ങൾ ഇൻവിറ്റേഷൻ ലെറ്ററിൻ്റെ അകത്ത് എത്ര വാലിഡിറ്റി ഡേറ്റ് കൊടുത്തേക്കുന്നു അതിനേക്കാളും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡേറ്റ് മാറാനുള്ള ചാൻസസ് ഉണ്ട്. കൂടുതൽ വള്ളിക്കെട്ടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി റിട്ടേൺ ഓഫ് ഡേറ്റ് പാസ്പോർട്ടിൽ അടിച്ചേക്കുന്ന ഷെങ്കൻ വിസയിൽ ചെക്ക് ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾ റിട്ടേൺ പ്ലാൻ ചെയ്യുക. അപ്പോൾ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മെസ്സേജ് അയക്കുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.